Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? Yes, ma'am. ഓക്കെ, എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? എത്തിക്കൽ ആസ്പെക്ട്സ്, ലീഗൽ ആസ്പെക്ട്സ് Yes, yes. രണ്ടും പറഞ്ഞു അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മുതലല്ലേ ഇനി സ്റ്റാർട്ട് ചെയ്യട്ടെ? അതെ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഈ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഒബ്ലിഗേറ്റ് ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ഒരു ഹോസ്പിറ്റൽ പാലിക്കേണ്ട എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ ആർക്കുണ്ടായിരിക്കണം എന്നാ പറയുന്നേ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉണ്ടായിരിക്കണം. And the management is responsible for policies for keeping a safe hospital, physical facilities and services. എന്താണ് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്തിന് ബാധ്യസ്ഥനാണ്? ഫോർ പോളിസികൾ. എന്തിനു വേണ്ടിയുള്ള പോളിസികളാണ്? ആ ഹോസ്പിറ്റൽ വളരെ സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാൻ, അവിടുത്തെ ഫെസിലിറ്റികള് സർവീസുകളൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസികൾ രൂപപ്പെടുത്താൻ മാനേജ്മെന്റ് റെസ്പോൺസിബിൾ ആണ്. ആൻഡ് മസ്റ്റ് എൻഷുർ ബിൽഡിംഗ് കൺഫോം ഫോർ റീജിയണൽ ബൈലോസ്, സേഫ്റ്റി റെഗുലേഷൻസ് ആൻഡ് സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്. അതുപോലെ ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രാദേശികപരമായിട്ടുള്ള കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റൽ ഏതൊരു ബിൽഡിംഗ് പണിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവിടുത്തെ ലോക്കൽ അതോറിറ്റികളിൽ നിന്ന് കൃത്യമായിട്ടുള്ള പെർമിഷൻസ് കാര്യങ്ങൾ വാങ്ങിച്ചിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങള്, സാനിറ്റേഷൻ ശുചീകരണവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ ഒരു മാനേജ്മെന്റ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി. അവരാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യേണ്ടത്. Then hospitals being an inevitable part of the social system and are subjected to all laws of the land. എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? നമ്മുടെ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ സാമൂഹിക സംവിധാനത്തിന്റെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്ട് ടു ഓൾ ലോസ് ഓഫ് ദ ലാൻഡ്, നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്കും ഹോസ്പിറ്റൽ വിധേയവുമാണ്. Then hospitals should be safe from explosives and inflammatory gases, chemicals, machinery, steam damages from slippery floors, etc. അപ്പൊ ഹോസ്പിറ്റൽ എപ്പോഴും എന്തിൽ നിന്നൊക്കെ സുരക്ഷിതമായിരിക്കണം? എന്തെങ്കിലും എക്സ്പ്ലോഷൻസ്, എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട തീപിടുത്തങ്ങൾ ഉണ്ടാവുകയിൽ നിന്ന്, ഗ്യാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാകുന്ന ഗ്യാസുകളുമായി ബന്ധപ്പെട്ട എക്സ്പ്ലോഷനിൽ നിന്ന്, ദെൻ കെമിക്കൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഷീനറീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റീം നീരാവിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡാമേജുകളോ കാര്യങ്ങളോ വരുന്നതിൽ നിന്ന്, സ്ലിപ്പറി ഫ്ലോർസ് അല്ലെ, തെന്നി വീഴുന്ന വഴിക്കുള്ള തറകൾ, അങ്ങനെയുള്ളവയിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും ഹോസ്പിറ്റല് സുരക്ഷിതമായി ഇരിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽസ് നിർബന്ധമായിട്ടും കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് ആണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ആ ഹോസ്പിറ്റൽ പാലിക്കേണ്ടതായിട്ടുള്ള ലീഗൽ ആൻഡ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരിക്കണം. മാനേജ്മെന്റ് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സേഫ് ആയിട്ട് നിലനിർത്താൻ, ആ ഹോസ്പിറ്റൽ നല്ല ഫെസിലിറ്റികൾ കൊടുക്കാൻ, നല്ല സർവീസുകൾ സുരക്ഷിതമായിട്ട് കൊടുക്കാൻ, എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ പോളിസികൾ നിർമ്മിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രാദേശിക നിയമങ്ങൾ നടപ്പിലാക്കാൻ, അതുപോലെ സേഫ്റ്റി ഓഫ് റെഗുലേഷൻസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ, സാനിറ്റേഷൻ ശുചീകരണവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്താനെല്ലാം മാനേജ്മെന്റ് റെസ്പോൺസിബിൾ ആണ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു അവിഭാജ്യ ഘടകമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിലെ എല്ലാ നിയമങ്ങളും ഈ എന്തിനു ബാധകമാണ്? ഹോസ്പിറ്റൽസിനും ബാധകമാണ്.
ക്ലിയർ ആണോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് why it is necessary for hospitals and medical administrators to be aware of ethical and legal aspects of hospital administration. ഹോസ്പിറ്റൽസിന് അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഈ പറയുന്ന എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സുകളെ കുറിച്ച്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ടുകളെ കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു അതിനെക്കുറിച്ച് അറിയുന്നതിന്റെ ആ ഒരു അനിവാര്യത എന്താണ്? വൈ ഇറ്റ് ഈസ് നെസസറി ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു ബി അവെയർ, ഈ ഒരു എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സുകളെ കുറിച്ച് അവയർനെസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം എന്തിനാണ് ഇവർക്ക് വേണ്ടത്? അങ്ങനെ കുറച്ച് കാരണങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇവർക്ക് ഈ ഒരു അവബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കാരണങ്ങളുണ്ട്. ഈ പറയുന്ന കാരണങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതിൽ ഒന്നാമതാണ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. ഇപ്പൊ മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കുറെ എത്തിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള കുറെ വശങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വേണം? അതിനനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് ആ ഹോസ്പിറ്റൽ മെഡിക്കൽ പരമായിട്ടും ലീഗൽ പരമായിട്ടും എത്തിക്കൽ പരമായിട്ടും പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് വളരെ അനിവാര്യമാണ്. രണ്ടാമത്തത് മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. സിവിൽ പരമായിട്ടും ക്രിമിനൽ പരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ നടപടികളെ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത് എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. അവിടെ കൊടുക്കുന്ന വൈദ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ഗുണനിലവാരം നമുക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. നാലാമത്തത് ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് ആൻഡ് എക്സ്പോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് മെഡിക്കൽ കേസസ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട അപ്പൊ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെഡിക്കൽ കേസസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു സങ്കീർണമായിട്ടുള്ള ഒരു കേസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ലോയേഴ്സ് അല്ലെങ്കിൽ അഭിഭാഷകർ അതിൽ അത്യാവശ്യം വലിയ രീതിയിലുള്ള പരിചയമോ കാര്യങ്ങളോ കിട്ടാത്തവരായിരിക്കും. എന്നാൽ അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണൽസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ അറിവുണ്ടെങ്കിൽ അതെന്തിനെ സഹായിക്കുന്നു? ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽ ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം സില്ലി ലിറ്റിഗേഷൻസ്. അതായത് നിസ്സാരമായിട്ടുള്ള പലതരത്തിലുള്ള നിയമ നടപടികളെയും ഇതിനെക്കുറിച്ച് ശരിയായ രീതിയിലൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഈ പറയുന്ന നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നേടാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ ആറാമത് പറയുന്നത് ഇൻക്രീസിംഗ് അവയർനെസ് എമംഗ് ദ പബ്ലിക് അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് അവിടെയുള്ള പബ്ലിക്കിനിടയിൽ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കുക. ദ ഡ്യൂട്ടീസ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ആസ് ഓഫ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന നിലയിൽ അവര് ചെയ്യേണ്ട ഡ്യൂട്ടീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആ ഒരു അവിടെയുള്ള പബ്ലിക്കിനിടയിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു അവബോധം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സുകളെ കുറിച്ചുള്ള ഒരു അറിവ് എന്തിനൊക്കെ കാരണമാകുന്നു? എന്താണ് കാരണങ്ങള്? എന്തൊക്കെ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു അവയർനെസ് വേണം എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് അവിടെ നമുക്ക് ആ ഒരു എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണെന്ന് അറിവുണ്ടായിരിക്കണം. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. മിനിമൈസ് ചെയ്യാൻ ക്രിമിനൽ ആയിക്കോട്ടെ സിവിൽ ആയിക്കോട്ടെ ലീഗൽ ആയിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അവിടെയുള്ള മെഡിക്കൽ കെയർ കൃത്യമായിട്ട് നല്ല ഗുണനിലവാരത്തിൽ നമുക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ലോയേഴ്സ് അല്ലെങ്കിൽ അഭിഭാഷകര് ചിലപ്പോ വെൽ ട്രെയിൻഡ് ആയിരിക്കില്ല. ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മെഡിക്കൽ കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്ലക്സ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ഒരു പരിശീലനം ചിലപ്പോ അവർക്ക് ഇല്ല എങ്കിൽ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിന് ഇങ്ങനെയുള്ള എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ളതുമായിട്ടുള്ള എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ ഇവർക്കെതിരെ വന്നാൽ പോലും ഇതിനെ കുറിച്ച് അവർക്കൊരു അവയർനെസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രശ്നത്തെ ശരിയായ രീതിയിൽ നേരിടാനും അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട്.
ലാസ്റ്റ് പറയുന്നത് ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and commitment of medical practitioners as and of hospital. എന്ന് വെച്ചാൽ എന്താ, ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരൻ ചെയ്യേണ്ട ചുമതലകളെ കുറിച്ചും പബ്ലിക്കിനിടയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവയർനെസ് വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധ്യമാണ്. ക്ലിയർ ആണോ റീസൺസ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇൻക്ലൂഡഡ് ആയ രീതി, ഇൻക്ലൂഡഡ് അല്ലാത്ത രീതി എന്ന രീതിയിൽ വരും. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള നടപടികൾ കേട്ടോ. നിയമപരമായിട്ട് നടപടി എടുക്കുന്നതിനെയാണ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നോക്കിയാൽ മതി. അടുത്തത് മെഡിക്കോ ലീഗൽ കേസസ്. ഇനി വരുന്നതാണ് നമ്മൾ ഓരോരോ മെഡിക്കോ ലീഗൽ കേസസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. അതിന് കുറെ എക്സാമ്പിൾ അല്ലെ, പല കേസുകളെയും നമുക്ക് മെഡിക്കോ ലീഗൽ ആയിട്ട് പറയാം അല്ലെ. അതിന് കുറച്ച് അധികം എക്സാമ്പിളുകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറഞ്ഞാൽ ഇസ് എ കേസ് ഓഫ് ഇഞ്ചറി ഓർ ഇൽനെസ് where the attending doctor, after taking the history of illness and clinical investigation, considers that investigations by law enforcing agencies are warranted to find out circumstances and fix responsibility regarding the same. എന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല്, ഈ ഒരു കേസ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി, ഒരു പരിക്ക് പറ്റിയതാവും, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാവും അല്ലെ. അറ്റൻഡിങ് ഡോക്ടർ, അങ്ങനെ ഒരു കേസ് വന്നിരിക്കാം. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒരു വലിയ രീതിയിൽ ഒരു പരിക്ക് പറ്റിയ ഒരു ആള് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അവർ ഒരു ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യില്ലേ ഇല്ലേ, ഒരു ഡോക്ടറിനെ പോയി അവർ അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ അവരെന്ത് ചെയ്യും, അവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി എടുക്കും അല്ലെ. അവരുടെ എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു പരിക്ക് പറ്റിയിരിക്കുന്നത് അല്ലെ. മറ്റു രീതിയിലുള്ള പരിശോധനകൾ, ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ മറ്റു പരിശോധനകൾ നടത്തി കഴിയുമ്പോൾ ഈ ഒരു അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഡോക്ടറിന് തോന്നുകയാണ്, എന്ത് തോന്നുന്നു, എന്താ ആ ഡോക്ടർക്ക് തോന്നുക, എന്താണ് തോന്നുന്നത്, ഇത് ഇവര് പറയുന്ന ഒരു കാരണമാണോ അല്ലെ, ഈ ഒരു പരിക്ക് പറ്റിയിരിക്കുന്നത് മറ്റെന്തോ വലിയ രീതിയിലുള്ള ഒരു കാരണം മൂലമാണോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികൾ മൂലമോ ഒക്കെയാണ് എന്ന് ചിലപ്പോ അവർ ഡോക്ടറിന് സംശയം തോന്നാം അല്ലെ. സ്വാഭാവികമായിട്ടും അവർ പരിശോധിക്കുമ്പോൾ ആ അറ്റൻഡിംഗ് ഡോക്ടറിന് തോന്നുന്നതാണ്. അപ്പൊ അദ്ദേഹം ഈ ഒരു കേസ് പരിഗണിക്കുകയാണ്. എങ്ങനെ പരിഗണിക്കുന്നു? ഇൻവെസ്റ്റിഗേഷൻസ് ബൈ ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ് ആർ വാറന്റഡ് ടു ഫൈൻഡ് ഔട്ട് സർക്കംസ്റ്റാൻസസ്. ഈ ഒരു അപകടം ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ ഒരു രോഗം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു സാഹചര്യം എന്താണെന്ന് കണ്ടെത്താനായിട്ട് ഒരു ലോ എൻഫോഴ്സിംഗ് ഏജൻസി വേണം. അതായത് നമ്മുടെ പോലീസ് പോലെയുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന ഏജൻസികൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ സഹായത്തോടു കൂടി ഈ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു ഇൽനെസ് അല്ലെങ്കിൽ ആ ഒരു പരിക്ക് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തി അവർക്കതെ ആ ഒരു സാഹചര്യം എന്താണെന്ന് കണ്ടെത്തണം. ആൻഡ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി റിഗാർഡിംഗ് ദ സെയിം. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുന്നത് എന്ന് കണ്ടെത്തണമെങ്കിൽ, അങ്ങനെ കണ്ടെത്തണമെന്നുള്ളത് ആ ഒരു അറ്റൻഡിംഗ് ഡോക്ടർ പരിഗണിക്കുകയാണെങ്കിൽ ആ ഒരു കേസിനെയോ അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥയെയോ ആണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കേസുകളും, ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ കേസുകളും മെഡിക്കോ ലീഗൽ ആയിരിക്കില്ല. അത് ആരുടെ പരിഗണനയിലൂടെയാണ് വരുന്നത്? അവരെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറിന് ഇത് ഒരു മെഡിക്കോ ലീഗൽ കേസ് ആണ് എന്ന് തോന്നണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരുടെ ഹിസ്റ്ററി എടുക്കും. ആദ്യം അവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു പരിക്കുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു പല രീതിയിലുള്ള ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നു. അപ്പോ അറ്റൻഡിംഗ് ഫിസിഷ്യന് തോന്നുകയാണ് ഇത് എന്ത് ചെയ്യില്ല, ഇത് സാധാരണ ഒരു കേസല്ല അല്ലെങ്കിൽ സാധാരണ ഒരു പരിക്കല്ല എന്ന് മനസ്സിലാവുകയും ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾ കൃത്യമായിട്ട് അത് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി ഇതിന്റെ കാരണം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു രോഗം വരുത്തിയിരിക്കുന്നത്, ഇതുമായി
ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു കാര്യം പരിഗണനയിൽ ആ ഒരു അറ്റൻഡിങ് ഫിസിഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറിന് വന്നു കഴിഞ്ഞാൽ ആ ഒരു കേസിനെ അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു പരിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെഡിക്കോ ലീഗൽ കേസ് എന്താണുള്ളത്? മനസ്സിലായോ? എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. അടുത്തത് കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ പഠിക്കുന്നത്. മെഡിക്കോ ലീഗൽ കേസുകളുടെ കുറച്ച് എക്സാമ്പിൾ. ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളത് തന്നെയാണ് കേട്ടോ. ഒത്തിരി അധികം എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് RTA. എന്താണ് RTA? RTA എന്താ? റോഡ് ട്രാഫിക് ആക്സിഡന്റ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലേ? നമ്മുടെ റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ് ഇഷ്ടംപോലെ ആക്സിഡന്റുകൾ വരാറില്ലേ? അതൊക്കെ മെഡിക്കോ ലീഗൽ കേസിൽ വരുന്നതല്ലേ? ആണോ? അല്ലേ? റോഡ് ആക്സിഡന്റ്സ്. അതെ. റെയിൽ ആക്സിഡന്റ്സ് എന്ന് വെച്ചാൽ എന്താ? റെയിൽവേയുമായി ബന്ധപ്പെട്ട് ആക്സിഡന്റ്സ് വരാറില്ലേ? ട്രെയിൻ അപകടങ്ങളൊക്കെ വരാറില്ലേ? അത് തന്നെ. ഫാക്ടറി ആക്സിഡന്റ്സ്, ഫാക്ടറിയിൽ നടക്കുന്ന അപകടങ്ങൾ. ഓർ എനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റ്സോ അപകടങ്ങളോ നടന്നാൽ അതെല്ലാം മെഡിക്കോ ലീഗൽ കേസുകളിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? സസ്പെക്ടഡ് ഹോമിസൈഡ് സൂയിസൈഡ്സ് എന്ന് വെച്ചാൽ എന്താ? സംശയപ്പെടുന്ന എന്തെങ്കിലും കൊലപാതകങ്ങളോ ആത്മഹത്യകളോ ഇല്ലേ? അതും മെഡിക്കോ ലീഗൽ കേസിൽ വരുന്നതല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതിന്റെ എക്സാമ്പിളുകളിൽ ഉൾപ്പെടുന്നവ ഏതാ അല്ലെങ്കിൽ ഉൾപ്പെടാത്തവ ഏതാ എന്നൊക്കെ രീതിയിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ സസ്പെക്ടഡ് ഹോമിസൈഡ് സൂയിസൈഡ്സ്, സംശയിക്കുന്നതായിട്ടുള്ള കൊലപാതകങ്ങളോ ആത്മഹത്യകളോ മെഡിക്കോ ലീഗൽ കേസിൽ ഉൾപ്പെടുന്നു. ഞാൻ മൂന്നാമത്തത് സസ്പെക്ടഡ് ഓർ എവിഡന്റ് പോയിസണിങ് എന്ന് വെച്ചാൽ എന്താ? സംശയിക്കുന്നതോ അല്ലെങ്കിൽ തെളിവുള്ളതോ ആയിട്ടുള്ള പോയിസണിങ്. എന്താണ്? വിഷബാധ കൊടുക്കുക അല്ലെ? പോയിസൺ കൊടുത്ത് ഒത്തിരി പേര് ചില ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ ആവാറുണ്ട് അല്ലെ? അപ്പൊ ചിലപ്പോൾ നമുക്കൊരു സംശയമാവുള്ളൂ. കാരണം അങ്ങനെ ഒരു പോയിസൺ ചെന്നിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊടുത്തതാണോ എന്ന് ചിലപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് അതിനുള്ള തെളിവും ഉണ്ടാവാം അല്ലെ? ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ. അങ്ങനെ കൊണ്ട് പഠിപ്പിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ? അങ്ങനെ സംശയം തോന്നുന്ന കേസുകള് അല്ലെങ്കിൽ നമുക്ക് തെളിവുള്ള കേസുകളെ നമുക്ക് മെഡിക്കോ ലീഗലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ. ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ കേട്ടിട്ടുണ്ടോ? മദ്യത്തിന്റെ ലഹരിയുമായി ബന്ധപ്പെട്ട് മദ്യത്തില് ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, പോയിസൺസ് ഒക്കെ കലർത്തി കൊടുക്കാറില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങള് അത് കേസുകളൊക്കെ? അങ്ങനെയുള്ള കേസുകൾ മെഡിക്കോ ലീഗൽ കേസുകളിൽ വരുന്നതാണ്. അടുത്തത് ബേൺ ഇഞ്ചുറീസ് ഓയിങ് ടു എനി കോസ് എന്ന് വെച്ചാൽ എന്താ? പൊള്ളൽ അല്ലെ? ബേൺ ഇഞ്ചുറീസ്. അതായത് ഏത് കാരണം കൊണ്ടുണ്ടായിട്ടാണെങ്കിലും പ്രധാനമായിട്ട് വലിയ രീതിയിലുള്ള പൊള്ളലുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ചിലവരൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെ? മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അല്ലെ? ഇപ്പൊ ഇടയ്ക്കൊക്കെ കേൾക്കാറില്ലേ? ആസിഡ് ഒഴിക്കുക അങ്ങനെയൊക്കെ കേൾക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ അതെന്തെങ്കിലും കാരണം മൂലം അങ്ങനെ എന്തെങ്കിലും ബേൺ ഇഞ്ചുറീസ് വലിയ രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്. ഇലക്ട്രോക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുതാഘാതം അല്ലെ? വൈദ്യുതാഘാതം. ഇപ്പൊ മനഃപൂർവ്വമായിട്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഷോക്ക് കൊടുക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ്. ഫിസിക്കൽ അസോൾട്ട് കേസസ് എന്ന് വെച്ചാൽ എന്താ? ശാരീരിക ആക്രമവുമായി ബന്ധപ്പെട്ട കേസുകൾ. ഇപ്പൊ ഫിസിക്കലി നമ്മുടെ ഇപ്പൊ ഓരോ സ്ത്രീകളെ ഒരുപാട് ഫിസിക്കലി അസോൾട്ട്, ശാരീരികമായ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകളാണ് അടുത്തത്. അനിമൽ അറ്റാക്ക്. എന്താണ് അനിമൽ അറ്റാക്ക്? മൃഗങ്ങളുടെ ആക്രമണം അല്ലെ? പലതരത്തിലുള്ള മൃഗങ്ങള് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ആക്രമിക്കാറുണ്ട് അല്ലെ? അങ്ങനെയുള്ള മൃഗങ്ങളുടെ ആക്രമണങ്ങള്. സ്നേക്ക് ബൈറ്റ്, പാമ്പുകടി. മാസ് ഫുഡ് പോയിസണിങ് എന്ന് വെച്ചാൽ എന്താണ്? കൂട്ട ആക്രമണം അല്ലെങ്കിൽ നമ്മളെ അപകടപ്പെടുത്തി. ഇപ്പൊ നമ്മളെ ഫിസിക്കൽ അസോൾട്ട് എന്ന് വെച്ചാല് ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളാണ്, ഉപദ്രവങ്ങളൊക്കെ ചെയ്യില്ലേ? അത്. ഓക്കെ. മാസ് ഫുഡ് പോയിസൺ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടത്തോടെയുള്ള ഭക്ഷ്യവിഷബാധകള് വരാറില്ലേ?
ഹോസ്പിറ്റൽ അല്ലെ ഹോട്ടലുകളിലൊക്കെ നമ്മൾ പോയി ഒരുമിച്ച് ഫുഡൊക്കെ ഒരുപാട് പേർക്ക് ചിലപ്പോ ഈ ഫുഡ് പോയിസണിങ് വരാറുണ്ട് അല്ലെ, ഭക്ഷ്യവിഷബാധകൾ വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് കേസസ് ഓഫ് സെക്ഷൽ അറ്റാക്ക്, എന്താ ലൈംഗികപരമായിട്ടുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ അല്ലെ. ദെൻ സസ്പെക്റ്റഡ് ഓർ ഒബ്വിയസ് ക്രിമിനൽ അബോർഷൻ, സംശയിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളതോ ആയിട്ടുള്ള ക്രിമിനൽ അബോർഷൻസ്, ക്രിമിനൽ പരമായിട്ടുള്ള ഗർഭചിത്രം നടത്തുന്നത്. ദെൻ ഇഞ്ചുറി കേസസ് വേർ ഫോൾസ് പ്ലേസ് സബ്ജക്റ്റഡ്, അതായത് സസ്പെക്റ്റഡ്, ഇപ്പൊ സംശയിക്കുന്നത് ഇത് എന്താ, ഇപ്പൊ ഒരു ഇഞ്ചുറി കേസ് വന്നു, ചിലപ്പോൾ അവർ വന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം അല്ലെ. ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും തല്ലുപിടിയോ അടികൂടലോ കത്തിക്കുത്തോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവര് വന്ന് ശരിക്കും ചിലപ്പോ ഈ ഒരു കേസ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ ചിലപ്പോ ശരിയായ ഒരു റീസൺ പറയില്ല അല്ലെ. അതിനിടയിൽ ഒരു ഫോൾസ് പ്ലേ നടത്തും അല്ലെ, ഒരു തെറ്റായിട്ടുള്ള ഒരു കളി നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, മാറ്റി പറയും, റീസൺസ് ഒക്കെ മാറ്റി പറയും. പക്ഷെ അവിടെ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഡോക്ടറിന് ഒരു സംശയം തോന്നുകയാണ്, ഇവര് പറയുന്ന റീസൺ അല്ല മറ്റെന്തോ ആണ് ഈ ഒരു ഇഞ്ചുറിക്ക് കാരണം എന്നുണ്ടെങ്കിൽ അവരത് എന്തായിട്ട് എടുക്കും, മെഡിക്കോ ലീഗൽ ആക്കി എടുക്കും അല്ലേ, എടുക്കും. അതെ, പോലീസ് കേസ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് അല്ലെ, അങ്ങനെയൊക്കെ തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ പറയും. പക്ഷെ ആ ഒരു അറ്റൻഡിങ് ഡോക്ടറിന് സംശയം തോന്നുകയാണെങ്കിൽ അതവിടെ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്യാം, പോലീസുമായിട്ട് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യും. അടുത്തതാണ് ഇഞ്ചുറി കേസസ് വേർ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ. എന്ന് വെച്ചാൽ എന്താണ്, എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ട്, അതായത് അവര് ഭാവിയിൽ അതിന് ഉടനെ തന്നെ ചിലപ്പോൾ അവർ എന്ത് ചെയ്യാം, മരണപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരു കാരണം അറിയില്ല, അല്ലെങ്കിൽ ഇവര് പറയുന്ന ഒരു കാരണമാണ് അതിനൊരു റീസൺ ആയിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മെഡിക്കോ ലീഗൽ കേസിലാണ് ഉൾപ്പെടുത്തുക. അൺകോൺഷ്യസ് കേസസ് വേർ റീസൺ ഓഫ് ഇറ്റ്സ് അൺക്ലിയർ, അതായത് ചിലപ്പോൾ അവരെ അബോധാവസ്ഥയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവരുടെ റീസൺ എന്തുകൊണ്ട് ഇവര് ഒരു അബോധാവസ്ഥയിലായി എന്നതിന്റെ റീസൺ നമുക്ക് വ്യക്തമല്ല എങ്കിൽ ആ കണ്ടീഷൻസിലുള്ളവരെയും നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടാണ് പരിഗണിക്കുക. അടുത്തത് ഡെത്ത് കേസസ് വേർ ക്രിമിനൽ ഒഫൻസസ് സസ്പെക്റ്റഡ്, അതായത് എന്തെങ്കിലും ക്രിമിനൽ പരമായിട്ടുള്ള എന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു ഡെത്ത് കേസാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് എങ്കിൽ അതും നമ്മുടെ മെഡിക്കോ ലീഗൽ കേസാണ് പരിഗണിക്കുക. ലാസ്റ്റ് വരുന്നതാണ് കേസസ് റെഫേർഡ് ഫ്രം കോർട്ട്, കോർട്ടിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്ന കുറെ കേസുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവയൊക്കെ നമ്മൾ എന്താവുന്ന മെഡിക്കോ ലീഗൽ കേസ് തന്നെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തുന്നത്. ഇതെല്ലാം മെഡിക്കോ ലീഗൽ കേസുകളുടെ കുറെ എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള കുറെ എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. അപ്പൊ അതൊരു ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഹോമിസൈഡ് എന്ന് പറഞ്ഞ കൊലപാതകം, സൂയിസൈഡ് എന്ന് പറഞ്ഞ ആത്മഹത്യ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. മെഡിക്കോ ലീഗൽ കേസിന്റെ എക്സാമ്പിളുകൾ, അപ്പൊ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയി? ക്ലിയർ ആണോ? എക്സാമ്പിളുകൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഒരു മെഡിക്കോ ലീഗൽ ഓരോരോ സെക്ഷനുകളായിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ഇനി നമ്മള് കുറച്ചധികം ആക്ടുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി ആ ഒരു ഭാഗത്ത് ഇനി വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കുറെ ആക്ടുകളെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിലും ഒത്തിരി ആക്ടുകളെ കുറിച്ച് നിങ്ങൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. വളരെ കുറച്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ആ ഒരു ആക്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ചോദ്യം വരുമ്പോൾ ഈ മാറിപ്പോ
അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ ജനറൽ ആക്ടുകൾ ഉണ്ട്, നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ ജനറൽ ആക്ട് പൊതുവായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. മെഡിക്കൽ പ്രൊഫഷണൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ പ്രൊഫഷണൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട്. മറ്റ് കുറച്ച് മിസ്ലിനിയസ് മറ്റ് കുറച്ച് വേറെ ആക്ടുകളുണ്ട്. ലോ ഓഫ് തോട്ട്സ് എന്നാണ് കേട്ടോ, TORTS ഒന്ന് എഴുതി വെച്ച് അവിടെ. ലോ ഓഫ് മാത്രമേ ഉള്ളൂ, ഇല്ല താഴെ കാണുന്നത് കേട്ടോ. ലോ ഓഫ് തോട്ട്സ് TORTS പഠിക്കുന്നുണ്ട്, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരെണ്ണം മതി കേട്ടോ, ഒരെണ്ണം മതിയേ. അതെ, തോട്ട്സ് TORTS. ഓക്കെ, നോക്കിയേ. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമുക്ക് തന്നിരിക്കുന്നതാണ്. ജനറൽ ആക്ടുകളുണ്ട്, മെഡിക്കൽ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട ആക്ടുകളുണ്ട്, മിസലേനിയസ് ആക്ടുകളുണ്ട്, ലോ ഓഫ് തോട്ട്സ് ഉണ്ട്, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും ഉണ്ട്. അപ്പൊ ഇതില് ചിലതൊക്കെ നമ്മൾ പരിചയമുള്ളവയായിരിക്കാം, ചിലത് നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതും ഉണ്ടാവും. അപ്പൊ ഓരോ ആക്ടുകൾ പറയുമ്പോൾ അതിന്റെ വർഷം പറയുന്നുണ്ട്, അതിന്റെ എക്സ്പാൻഡ് ഫോം പറയുന്നുണ്ട്, അത് എന്തിനു വേണ്ടി ചെറിയ രീതിയിലേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഓരോന്നും മനസ്സിലാക്കി വെക്കണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ബാധകമായിട്ടുള്ള കുറച്ച് നിയമനിർമ്മാണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതാണ് ജനറൽ ആക്ടുകൾ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആക്ടുകളിലെ നിയമങ്ങള്. അതിൽ ഒന്നാമത്തേതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേർഡിന്റെ അർത്ഥം എന്താ? ഡിസ്പ്യൂട്ട് ആണെന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ആണെന്ന് പറഞ്ഞാൽ എന്താ? തർക്കമാണ് അല്ലെ? അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുമ്പോൾ അതായത് ഓരോ സ്ഥാപനങ്ങൾക്കും വേണ്ട പൊതുവായിട്ടുള്ള നിയമങ്ങളാണ് ഈ പറയുന്നത്. അതൊരു ഹോസ്പിറ്റൽ എന്ന് വേണമെന്നില്ല, മറ്റെല്ലാ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളെ പൊതുവായിട്ട് നമ്മുടെ കുറച്ച് നിയമങ്ങൾ പറയുന്നതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ മാത്രം ബാധകമായിട്ടുള്ള കാര്യങ്ങളല്ല, പൊതുവായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറഞ്ഞാൽ വ്യാവസായിക തർക്ക നിയമം എന്നാണ് മലയാളം. അപ്പൊ ഇവിടെ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കം. ആര് തമ്മിലുള്ള തർക്കമായിരിക്കും? ആര് തമ്മിലുള്ള തർക്കമായിരിക്കാം? ആര് തമ്മിലുള്ള തർക്കമായിരിക്കാം? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? ഉറപ്പാണല്ലാരും ആര് തമ്മിൽ? ഇപ്പൊ ഒരു വ്യവസായം, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു എന്താണ്? സർവീസ് ഇൻഡസ്ട്രിയുടെ ഭാഗമല്ലേ? അല്ലെ? ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമല്ലേ? അതെ, അവിടുത്തെ വർക്കേഴ്സ്, അതെ അവിടുത്തെ ജീവനക്കാരും തൊഴിലാളികളും തമ്മിലുള്ളതാവാം അല്ലെ? അവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം എങ്ങനെ ഡിസ്പ്യൂട്ട് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് അവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിലും പീസ് ആൻഡ് ഹാർമണി, നമുക്കൊരു നല്ല രീതിയിലുള്ള സമാധാനവും ഐക്യവും എങ്ങനെ നിലനിർത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. അപ്പൊ പേജിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ നിങ്ങൾ മറന്നു പോവില്ല. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറഞ്ഞാൽ 1947 1947 അതിന്റെ ആ ഒരു വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന വർഷങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 വന്നിരിക്കുന്നത്. അത് എന്താണ്? ഹോസ്പിറ്റൽ കെയിം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ടേമിന് കീഴിലല്ലേ വരുന്നത് അല്ലെ? സർവീസ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, സർവീസ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻ ബി അപ്ലൈഡ് വെൻ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 50. എന്താ? ഒരു 50 എംപ്ലോയീസിൽ കൂടുതലുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആ സ്ഥാപനത്തിൽ ബാധകമാണ്.
ഒബ്ജക്റ്റീവ്, ഈ ഒരു ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. ആ ഒരു വ്യവസായം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ സമാധാനവും ഐക്യവും എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഇങ്ങനെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും കണ്ടെത്തുക. ഇതാണ് ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ആക്ട് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ഈ തർക്കം എന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു തർക്കമല്ല, മറിച്ച് എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാല് അവിടുത്തെ എംപ്ലോയേഴ്സ് തമ്മിലുള്ള തർക്കമാവാം, അല്ലെ, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള തർക്കമാവാം. അപ്പൊ അങ്ങനെ അവരുടെ ഇടയിൽ അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെ, അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടോ തൊഴിൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള തർക്കങ്ങളാണ് ശരിക്കും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ വ്യാവസായിക തർക്കം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യാവസായിക തർക്കം ഓരോ സ്ഥാപനങ്ങളിൽ വന്നാൽ അതിനെങ്ങനെ പരിഹാരങ്ങൾ കണ്ടെത്താം, അതിനെങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം, അതിനുള്ളൊരു മെക്കാനിസമാണ് ശരിക്കും ഈ ഒരു നിയമത്തിലൂടെ ഇവർ തരുന്നത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ, അവരുടെ ജീവനക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക കൂടി ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിലൂടെ നടക്കുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യണം, ഇയറും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് വ്യാവസായിക തർക്കമാണ്. അപ്പൊ ആര് തമ്മിലുള്ള തർക്കമാണ് വ്യാവസായിക തർക്കം എന്ന് പറയുമ്പോ അവിടെ ജോലി ചെയ്യുന്ന, അല്ലെ, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ഹോസ്പിറ്റലും നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ജീവനക്കാരും തമ്മിലുള്ള തർക്കമാവാം, അല്ലെങ്കിൽ അവരുടെ തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള തർക്കമാവാം, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തർക്കം എന്തുമായി ബന്ധപ്പെട്ട തർക്കമാണ്? അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടായിരിക്കണം, തൊഴിൽ അല്ലെങ്കിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കത്തെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടുമായി ബന്ധപ്പെട്ട് ഇത് എന്ത് ചെയ്യുന്നു, നമുക്ക് കൃത്യമായിട്ട് ആ ഒരു തൊഴിൽ ഇടത്തില് ഒരു സമാധാനവും ഐക്യവും നമുക്ക് ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ഒരു തർക്കം വന്നാൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം കൂടി ഈ ഒരു നിയമത്തിലൂടെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള വർക്കേഴ്സിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ഈ ഒരു നിയമത്തിലൂടെ ചെയ്യുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് മിനിമം വേജസ് ആക്ട് 1948. മിനിമം വേജസ് ആക്ട്. അപ്പൊ മിനിമം വേജസ് ആക്ട് മിനിമം വേതന നിയമം, അല്ലെ, ഒരു മിനിമം വേതനം കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട നിയമം. അപ്പൊ പേരിൽ നിന്ന് തന്നെ അറിയാലോ, അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതിയേ. മിനിമം വേജസ് ഫിക്സഡ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. വിവിധ വിഭാഗം തൊഴിലാളികൾ അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗം തൊഴിലാളികൾക്ക് എന്താ നിശ്ചയിച്ചിട്ടുള്ള ഒരു മിനിമം വേതനമാണ് ഈ ഒരു ആക്ടിലൂടെ നൽകുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു മിനിമം വേതനം ഏത് ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും വർക്കേഴ്സിനും ഒരു മിനിമം വേതനം അല്ലെങ്കിൽ ഒരു മിനിമം വേജ് നൽകണം എന്നാണ് ഈ നിയമത്തിലൂടെ പറയുന്നത്. ഈ ഒരു നിയമം അവിടെ വരാത്ത ആ ഒരു പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ഒരു ആക്ടിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾ ഒരു ഭാഗം കേട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വേർതിരിച്ച് വെച്ചേക്കാം കേട്ടോ. അത് ഒറ്റ നിയമത്തിന്റെ കാര്യമല്ല പറയുന്നത്. അടുത്തത് നമ്മൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ആണ് പറയുന്നത്. അതിന്റെ കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഒരു ശരിക്കും ഒരു
താഴെയാണ് അത് വരേണ്ടത്, പക്ഷെ അതിന്റെ കൂടെ കിടക്കുന്നത് കേട്ടോ. അത് എന്താണ് മിനിമം വേജസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ വിവിധ, അതായത് വ്യത്യസ്ത വിഭാഗം തൊഴിലാളികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു മിനിമം വേതനമാണ് ഈ ഒരു മിനിമം വേജസ് ആക്ട് 1948 പറയുന്നത്. അതായത് ഈ ഒരു നിയമത്തിലൂടെ നമുക്ക് എന്തുറപ്പ് വരുത്താൻ പറ്റും? എന്തുറപ്പ് വരുത്താൻ പറ്റും? ഏത് വിഭാഗത്തിലുള്ള തൊഴിലാളികൾക്കും ഒരു മിനിമം വേതനം കിട്ടണം എന്നൊരു കാര്യം ഉറപ്പുവരുത്താൻ പറ്റും, അല്ലെ? അപ്പൊ അത് ഫിക്സഡ് എമൗണ്ട് ഓഫ് വേതനം, ഏതൊരു വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒരു മിനിമം വേതനം അവർക്ക് കിട്ടിയിരിക്കണം. അത് ഇതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ ഇപ്പൊ ചില വിഭാഗക്കാർ അവരെന്ത് ചെയ്യാറില്ല, ചിലപ്പോ അവർക്ക് ഭാഗ്യം ചെയ്ത് എനിക്ക് ഇത്ര രൂപ കൂട്ടി വേണ്ട എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ കൂട്ടി ചോദിക്കാനോ കാര്യങ്ങളോ, അങ്ങനെ ഒരു ഭാഗ്യം മായി ബന്ധപ്പെട്ട ഒരു പവറോ കാര്യങ്ങളോ ഒരു അധികാരോ അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവരപ്പൊ എന്ത് ചെയ്യാം? ചില മുതലാളികള് ചൂഷണം ചെയ്യാം, അല്ലേ? അങ്ങനെ കൂട്ടി ചോദിക്കാതെ വരുമ്പോ എത്ര നാളും അവര് ആ ഒരു ചെറിയ തുക തന്നെ എന്ത് ചെയ്യാറുണ്ട്? ജോലി ചെയ്യിപ്പിക്കാറില്ലേ? പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നില്ലേ, അല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്കൊരു മിനിമം വേതനം കിട്ടണമെന്ന് ഉറപ്പുവരുത്തിയ ഒരു നിയമമാണ് മിനിമം വേജസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാരും ജോലി ചെയ്യുന്നു, ഇല്ലേ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണോ സാലറി കിട്ടുന്നത്? ആണോ? ഇപ്പോഴത്തെ കാര്യമല്ല, മുൻപ് ആണോ? ഇപ്പോഴും കുറെ സ്ഥലങ്ങളിലൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല, അല്ലെ? അപ്പൊ ഈ ഒരു ആക്ടിലൂടെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് കൊണ്ടുവരുന്നത്. അതായത് അവിടുത്തെ ആ ഒരു മെയില് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ അവർക്കിടയിലുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു വിവേചനത്തെ എന്ത് ചെയ്യുന്നു? ഈ ഒരു നിയമത്തിലൂടെ തടയുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമ്മുടെ ഈ പറയുന്ന ആ ഓരോ വ്യക്തികളുടെയുമായി ബന്ധപ്പെട്ട അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങൾ തടയുന്നു. അവർക്ക് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നോക്കാതെ അവര് ചെയ്യുന്ന വർക്കിനനുസരിച്ച് അവർക്കൊരു മിനിമം വേതനം കൊടുക്കണം എന്നതാണ് ഈ ഒരു മിനിമം വേജസ് ആക്ടിലൂടെ ഉറപ്പുവരുത്തുന്നത്. ക്ലിയർ ആണോ? മിനിമം വേജസ് ആക്ട് ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. മിസ് അതൊന്ന് പറഞ്ഞു തന്നതാണ്, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ അടുത്തയിലേക്ക് പോ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, PF കേട്ടിട്ടുണ്ടോ നിങ്ങള്? ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം, PF കേട്ടിട്ടുണ്ട്. എന്താണ് നമ്മുടെ PF എന്ന് പറഞ്ഞാല്? പ്രൊവിഡന്റ് ഫണ്ട് ആണ്. എങ്ങനെയാണ് നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ PF? എന്താണ്? PF എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? വെറുതെ നമുക്ക് കിട്ടുവാണോ? ആണോ? വെറുതെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതാണോ PF? ആണോ? സാലറിയിൽ നിന്നും പിടിക്കും, അല്ലെ? സാലറിയിൽ നിന്നും പിടിച്ചിട്ട് നമുക്കത് എപ്പോഴാ തിരിച്ചു തരാം? PF എപ്പോഴാ തിരിച്ചു തരുന്നത് നമുക്ക് ആ PF-ന്റെ തുക? തിരിച്ചു തരാ? ഓരോ വർഷവും അവസാനമാകുമ്പോ തരുമോ? അല്ല, വെരി ഗുഡ്. റിട്ടയർ ആവുമ്പോഴാണ്, അല്ലെ? അവിടെ നിന്ന് പോരും, അല്ലെങ്കിൽ റിട്ടയർ ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് പോരുമ്പോഴാണ് നമുക്ക് തരാം, അല്ലെ? അത് തന്നെയാണ് ഈ ഒരു നിയമത്തിലൂടെയും പറയുന്നത്. ഇപ്പൊ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 പറയുന്നത്, അതായത് ഇവിടെ ഒരു നിശ്ചിത തുക, അല്ലെ? അവരുടെ ഓരോ മാസ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക അവിടെ എന്ത് ചെയ്യും? PF-ലേക്ക് അടയ്ക്കും, അല്ലെ? അപ്പൊ ആ ഒരു PF-ലേക്ക് അടയ്ക്കുമ്പോ അവിടെ രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ PF-ലേക്ക് ആ ഒരു എംപ്ലോയീസിന്റെ സാലറിയിൽ നിന്നും ഒരു നിശ്ചിത തുക നമ്മൾ കട്ട് ചെയ്യും. അത് കൂടാതെ അതേപോലെ ഒരു ഈക്വൽ എമൗണ്ട് ആര് വിടും? കോൺട്രിബ്യൂട്ട് ചെയ്യും. ആര് സംഭാവന ചെയ്യും അതിലേക്ക്? ആ എംപ്ലോയറും സംഭാവന ചെയ്യുന്നു. ഈ ഒരു ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നു? ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റുമായിട്ട് ഗവൺമെന്റിന് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഇവർ റിട്ടയർ ആവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോഴാണ് അവർക്ക് ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു സെറ്റിൽമെന്റ് നടത്തുന്നത്.
അല്ലെ? ഇത് അതന്നെയാണ് ഈ ഒരു PF എന്ന് പറയുന്ന ആക്ച്വലും പറയുന്നത് കേട്ടോ. അവരുടെ ഇങ്ങനെയുള്ള പ്രൊവിഡന്റ് ഫണ്ടുകൾ, എംപ്ലോയീസിന്റെ പ്രൊവിഡന്റ് ഫണ്ടുകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, സ്ഥാപിക്കുക. അത് ബോത്ത് എംപ്ലോയറും എംപ്ലോയിയും ഇതിനു വേണ്ടി ഒരു പോർഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓരോ മാസത്തെയും സാലറിയിൽ നിന്നും ഇത്ര തുക അവർ കട്ട് ചെയ്യും. അത് കൃത്യമായിട്ട് ആ ഒരു ഫണ്ടിലേക്ക് പോവുകയും അത് അവരുടെ റിട്ടയർമെന്റ് സമയത്ത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് അവരുടെ റിട്ടയർമെന്റ് സമയത്ത് അവർക്ക് തിരികെ കിട്ടുകയും ചെയ്യും. ഇത് ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ് Employees Provident Fund Act 1952. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, employer is needed to retrieve from its employees at stipulated rates, donate an equal amount as employer's share and credit the fund regularly with the government. എന്ത് ചെയ്യുന്നു? ഈ employer is needed to retrieve from its employees. Employeesന്റെ ഒരു മാസത്തെ അവരുടെ സാലറിയിൽ നിന്നും ഒരു നിശ്ചിത തുക, അല്ലെ, ഒരു നിശ്ചിത നിരക്കില് പണം എന്ത് ചെയ്യുന്നു? തിരിച്ചു പിടിക്കും. അതുപോലെ തന്നെ അതേ തുല്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് തുകയും ആര് ഡൊണേറ്റ് ചെയ്യും? ഈ തൊഴിലുടമ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയ ആ ഒരു തുക നമ്മൾ ആ ഒരു ഫണ്ട് എന്ത് ചെയ്യുന്നു? റെഗുലർ ആയിട്ട് പതിവായിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയും can be applied when number of employees 20 greater than 20. ഒരു 20 എംപ്ലോയീസിൽ കൂടുതലാണെങ്കിൽ ഈ ഒരു നിയമം അവരുടെ സ്ഥാപനത്തിൽ ബാധകമാണ്. ആ നോൺ കംപ്ലൈൻസ് ഈസ് പണിഷബിൾ എനി ഇംപ്രിസൺമെന്റ്. ഇങ്ങനെ ബാധകമാക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കാതെ ശരിയായ രീതിയിൽ പാലിക്കാതെ വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്? പിഴയോ തടവോ അല്ലെങ്കിൽ ശിക്ഷയോ ഒക്കെ കിട്ടാനായിട്ടുള്ള ഒരു ഒഫൻസ് കൂടിയാണ്. അപ്പൊ ഈ ഒരു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. അത് 1952 ഇവിടെ എംപ്ലോയർ അവരുടെ എംപ്ലോയീസിന്റെ ഓരോ മാസത്തെയും സാലറിയിൽ നിന്നും ഒരു നിശ്ചിത തുക, ഒരു റേറ്റ് എന്ത് ചെയ്യുന്നു? തിരിച്ചു പിടിക്കുകയും അത് PF-ലേക്ക് കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതേ സെയിം ഈക്വൽ എമൗണ്ട് മറ്റേ എംപ്ലോയറും ഇടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു തുക നമ്മുടെ ഗവൺമെന്റ് ഫണ്ടുകളിലേക്ക് PF എന്ന രീതിയിൽ പോവുകയും അവർ റിട്ടയർഡ് ആവുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പോലെ അവർക്ക് അത് തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു സ്ഥാപനത്തില് 20 ജീവനക്കാരിൽ മുകളിലേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ഈ ഒരു നിയമം ബാധകമാണ്. ഇത് കൃത്യമായിട്ട് പാലിക്കാതിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട് പണിഷ്മെന്റ്സോ ഇംപ്രിസൺമെന്റോ ശിക്ഷയോ തടവോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് കേട്ടിട്ടുണ്ടോ? ബോണസ് കിട്ടുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ജോലിക്കാര് പറയുന്നേ ബോണസ് കിട്ടാന്ന് പറയാറില്ലേ? അപ്പൊ അവിടെ ബോണസുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആക്ട്. അപ്പൊ ബോണസുകൾ അവർക്ക് നൽകുക. അപ്പൊ ഇവിടെ ബോണസ് നൽകുക എന്ന് പറയുമ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ബോണസ് കിട്ടുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഒരു നിയമത്തിൽ പറയുന്നത് എംപ്ലോയറിന് ഒരു ബോണസ് കൊടുക്കണം, അത് പേയ്മെന്റ് കൊടുക്കണം, അത് ആർക്കാ? എംപ്ലോയേഴ്സിന് കൊടുക്കണം. എംപ്ലോയർ എംപ്ലോയീസിന് കൊടുക്കേണ്ടതായിട്ട് നിർബന്ധമായിട്ട് കൊടുക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാ? അപ്പൊ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ നടന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അത് ആരുടെ എഫേർട്ട് മൂലമാണ് അതുണ്ടാവുന്നേ? നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്ഷൻ നടക്കുന്നത് ആര് എഫേർട്ട് എടുത്തത് കൊണ്ടാ? അവിടുത്തെ ജോലിക്കാർ എഫേർട്ട് എടുത്തത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ അവർക്ക് അതിന്റെ ഒരു ഷെയർ കൊടുക്കുക എന്നുള്ളതാണ്. ആ എംപ്ലോയീസിന് അവർക്ക് ആ ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷന്റെ ഒക്കെ ഭാഗമായിട്ട് അതെ ഒരു റിവാർഡോ അഡീഷണൽ ആയിട്ടൊരു പേയ്മെന്റോ നമ്മൾ കൊടുക്കും. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ആ ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു ബോണസ് കൊടുക്കുന്നത്. എപ്പോഴും ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവർക്ക് ഒരു വർഷത്തിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൽ എത്ര രൂപ ആ ഒരു എംപ്ലോയിക്ക് സാലറി ഉണ്ട്,
ആ സാലറിയുടെ അടിസ്ഥാനമാക്കിയാണ് അവർക്ക് ആ ഒരു ബോണസ് അവർ നൽകുന്നത്. അപ്പൊ ആ ഒരു ബോണസ് ചിലപ്പോ 6 മാസം കൂടുമ്പോൾ കൊടുക്കാം, 8 മാസം കൂടുമ്പോൾ കൊടുക്കാം, അല്ലെ? ആ ഒരു ബോണസ് എന്ന് പറയുന്ന ആ ഒരു തുക ഇവരുടെ ഒരു വർഷത്തെ സാലറിയുടെ എത്ര പെർസെന്റേജ് ആയിട്ട് കണക്കാക്കും. മാക്സിമം ഒരു 20% ഒക്കെ വരെ വരുള്ളൂ. അതിന് താഴെയോ അല്ലെങ്കിൽ 20% വരെയോ ഒരു വർഷത്തെ ഇതാണ് കേട്ടോ, വേജസ് ആണ്. അല്ലെങ്കിൽ ഒരു വർഷം അവർക്ക് ഒരു അക്കൗണ്ടിങ് ഇയറിൽ അവർക്ക് എത്രത്തോളം വേജ് അല്ലെങ്കിൽ എത്രത്തോളം സാലറി ഉണ്ടോ അതിനെ അടിസ്ഥാനമാക്കി അതിന്റെ ഇത്ര ശതമാനം എന്ന രീതിയിൽ കണക്കാക്കിയാണ് അവർക്ക് ആ ഒരു ബോണസ് കൊടുക്കുന്നത്. നോക്കിയപ്പോ ബോണസ് ആക്ട് എന്ന് പറയുന്നത് 1965 സ്ഥാപിതമായ ഒരു നിയമമാണ്. ക്യാൻ ബി അപ്ലൈഡ് വെയർ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40. 40 എംപ്ലോയീസിൽ കൂടുതലാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ ഒരു നിയമം ബാധകമാണ്. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവും, അല്ലെ? നോൺ പ്രോഫിറ്റബിൾ, ലാഭേച്ഛ ഇല്ലാതെ നടത്തുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. ഇവരെയൊക്കെ ഈ ഒരു ആക്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാത്ത എല്ലാ, അതായത് ലാഭം കിട്ടുന്ന, പ്രോഫിറ്റ് കിട്ടുന്ന, നല്ല പ്രൊഡക്ഷൻസ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി പോലെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ ഒരു 40 എംപ്ലോയീസിൽ കൂടുതലാണെങ്കിൽ ഈ ഒരു നിയമം ബാധകമാണ്. ഇവരിങ്ങനെയുള്ള ബോണസ് നിർബന്ധമായിട്ട്. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇൻ കേസ് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, കാരണം എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ, മിക്ക ഇതിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിയമം എന്താണ്, കൂടുതലും കണ്ടിരിക്കുന്ന ഈ ഒരു നിയമം എന്തിനു വേണ്ടി, ഈ നിയമ ആക്ട് വന്നിരിക്കുന്ന വർഷം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ് കേട്ടോ. ഓക്കെ, ഇപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഈ 40 ഇതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഒരു ബോണസ് ആക്ട് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ബാധകമായിരിക്കും. ഇത് വായിച്ചു നോക്കി, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. സെക്കൻഡ് പോയിന്റോ, അതായത് ചാരിറ്റബിൾ ആയിട്ട് നടത്തുന്ന ഹോസ്പിറ്റലുകളിലെ, ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്നത്, അല്ലെങ്കിൽ ഇപ്പോ നോൺ പ്രോഫിറ്റബിൾ, ലാഭേച്ഛ ഇല്ലാതെ നമ്മുടെ ഫ്രീ ആയിട്ട് സർവീസുകൾ കൊടുത്തൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലുകളിലെ, അവയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു നിയമം അവർക്ക് ബാധകമല്ല, അതാ ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ നമുക്ക് പ്രോഫിറ്റിന് വേണ്ടിയല്ലല്ലോ അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് ഒന്നും അവർ ആ ഒരു പ്രോഫിറ്റ് നേടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ ബോണസ് കൊടുക്കാനുള്ള ഒരു തുക വേണ്ട കാര്യമില്ലല്ലോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിൽ ആക്ട് ചെയ്താണെന്ന് പറഞ്ഞിട്ടില്ലെന്നാണോ? ഏതാണ് ഉദ്ദേശിച്ചത്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അങ്ങനെ തന്നെയാണ് നിയമത്തിന്റെ പേര്. റംഷീന ഏതാ ചോദിച്ചേ? അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലല്ലോ എന്നാ. ഇതിലുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഞാൻ മിസ് പറഞ്ഞു, അതുകൊണ്ടാണ് മിസ് അങ്ങനെ എഴുതാത്തതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് മിസ് പറഞ്ഞു തന്നത്. അല്ലാതെ അതിനനുസരിച്ച് ഇപ്പൊ ചോദിക്കുകയാണ്, ഇപ്പൊ ഇങ്ങനൊരു ചാരിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസിലേക്ക് ഒഴിവാക്കിയിരിക്കുന്നത് ഏതൊരു നിയമത്തിന്റെ കീഴിലാണ് എന്നൊക്കെ ചോദിക്കാവില്ല. അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി കേട്ടോ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? അത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. നെക്സ്റ്റ് വൺ പോവാം നമുക്ക്. അടുത്തതാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. കേട്ടിട്ടുണ്ടോ? ഗ്രാറ്റുവിറ്റി 1972 അത് സ്ഥാപിതമായിരിക്കുന്നത്. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷാമബദ്ധം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ എന്താ ശരിക്കും ഒരു ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഒരു ഗ്രാറ്റുവിറ്റി? നമ്മളെ അവിടെ റിട്ടയർമെന്റ് ചെയ്യുമ്പോ അല്ലെ റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാലറിയാണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് കിട്ടുന്ന പിരിച്ചു വിടുമ്പോൾ കിട്ടുന്ന ഒരു സൗജന്യ വേതനമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? അതായത് നമ്മള് അവിടെ നിന്ന് റിട്ടയർ ആയി പോകും, നമ്മുടെ ആരെങ്കിലും റിട്ടയർ ആയി വരുമ്പോ അവര് ഒരു എന്ത് കിട്ടും? ഒരു സൗജന്യ വേതനം കിട്ടും. ആ ഒരു സൗജന്യ വേതനത്തെയാണ് നമ്മുടെ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എല്ലാവർക്കും അങ്ങ് ചെന്നാലും ഗ്രാറ്റുവിറ്റി കിട്ടില്ല.
കുറച്ച് വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. അതായത് ഒരു 5 വർഷം നമ്മൾ ആ ഒരു സർവീസിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ഒരു സർവീസിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാറ്റുവിറ്റിക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ആ ഒരു 5 വർഷം അവർ മിനിമം ഒരു 5 വർഷമില്ല, മിനിമം റേഞ്ച് ആണ് പറയുന്നത്. അതിന്റെ മുകളിലേക്ക് എത്ര വർഷം വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഒരു മിനിമം 5 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഒരു വർക്ക് ചെയ്യുന്നവരായിരിക്കണം ഗ്രാറ്റുവിറ്റി. അപ്പൊ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷം വർക്ക് ചെയ്യുന്നവരായിരിക്കണം. ഇതില് പെൻഷൻ അല്ല, ഇത് പെൻഷൻ അല്ല, ഇതല്ലാത്തതാണ് കേട്ടോ. ഇത് അവർക്ക് സൗജന്യമായിട്ടുള്ള ഒരു വേതനം ആ ഒരു സ്ഥാപനം നൽകുന്നതാണ് കേട്ടോ. അതായത് ഇതിൽ പറയുന്നത് ഇപ്പൊ ഒരു റിട്ടയർമെന്റ് നടത്തുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് ഒരു നേട്ടമായിട്ട് കിട്ടുന്നതാണ് ഈ ഒരു ഗ്രാറ്റുവിറ്റി. അപ്പൊ അതില് അവരൊരു 5 വർഷം തുടർച്ചയായിട്ട്, ഒരു 5 വർഷമെങ്കിലും മിനിമം ഒരു തുടർച്ചയായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അല്ല എങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ, അതായത് 5 വർഷം മിനിമം വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടുതൽ എത്ര വർഷം വേണമെങ്കിലും അവർ വർക്ക് ചെയ്തോട്ടെ. അവർ ആ റിട്ടയർമെന്റ് നടത്തുന്ന സമയത്ത് അവർക്ക് എന്താണ് കിട്ടാന്ന് വെച്ചാല്, ഇപ്പൊ അവർ ഇപ്പൊ ഒരു 10 വർഷം അവർ പൂർത്തിയാക്കി എന്ന് വിചാരിക്കാം. അതായത് ഒരു 10 വർഷം വരെ പൂർണ്ണമായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പൂർത്തിയാക്കിയ ഓരോ വർഷത്തെയും 15 ദിവസത്തെ പേയ്മെന്റ് അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു വർഷത്തിലെ 15 ദിവസത്തെ പേയ്മെന്റ് അവർക്ക് കൊടുക്കും. നെക്സ്റ്റ് വർഷം ഇപ്പൊ ഒരു 10 വർഷം ആവുമ്പോൾ എന്തിയായി, 15 × 10 അല്ലെ, 10 വർഷത്തില് എത്ര രൂപ, എത്ര 15 വരുമായിരുന്നു, ഓരോ വർഷവും 15 വെച്ച് 15 ദിവസത്തെ സാലറി. കാരണം അത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ റിട്ടയർമെന്റിന് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ആ ഒരു 15 ദിവസത്തെ സാലറി ഓരോ പൂർത്തിയാക്കിയ വർഷവും അടിസ്ഥാനമാക്കി അവർക്ക് നൽകുന്നതിനെയാണ് ശരിക്കും ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് അവരുടെ ഒന്നിനെങ്കിൽ അവര് എന്താണ് വിരമിക്കുന്ന സമയത്ത്, സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ വിരമിക്കുന്ന സമയം, അല്ലെങ്കിൽ ചിലപ്പോൾ അവര് മരണപ്പെട്ടു പോവാ അല്ലെ. ഇപ്പൊ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മരണപ്പെടുന്ന ആളുകളില്ലേ, മരണപ്പെട്ടു പോകുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ളതാണെങ്കിലും അവർക്ക് കിട്ടും. അപ്പൊ അതിന് എംപ്ലോയീസ്, അതായത് അവിടെ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ, ബാധകമാവണമെങ്കിൽ അവിടെ എംപ്ലോയീസ് 10 എംപ്ലോയീസിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. അതുപോലെ ക്യാൻ ബി അപ്ലൈഡ് ടു 5 years സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. ഒരു 5 വർഷം തുടർച്ചയായ ഒരു സർവീസിൽ ഇരുന്ന് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഈ ഒരു ഗ്രാറ്റുവിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. ഇപ്പൊ ചിലപ്പോ മരണപ്പെട്ട് ഒരു വർക്ക് ചെയ്യുന്നതിൽ ഒരു മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരു വർഷമെങ്കിലും തുടർച്ചയായിട്ട് അവരെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അപ്ലൈ ചെയ്യാം. അതേസമയം ജീവിച്ചിരിക്കുന്നവരാണ്, അവർ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരത് കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഒരു ഗ്രാറ്റുവിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിയർ ആയോ? ഗ്രാറ്റുവിറ്റി ആക്ട് 1972 എന്ന് പറയുന്നത് പേയബിൾ ടു ദ എംപ്ലോയീസ്. സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ വിരമിക്കുക, നമ്മുടെ റിട്ടയർമെന്റ് വിരമിക്കുക, അതിന്റെ മറ്റൊരു പേരായിട്ട് പറയുന്നതാണ് കേട്ടോ. എംപ്ലോയീസ് ആയിട്ട് 15 days per pay for every completed year of ഓരോ പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ സർവീസുകളുടെ ഓരോ പൂർത്തിയാക്കിയ വർഷവും അനുസരിച്ച് 15 ദിവസത്തെ എംപ്ലോയീസിന്റെ ആ സാലറി പേയ്മെന്റ് അവർക്ക് കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് സൗജന്യ വേതനമായിട്ട് കൊടുക്കുന്നു. അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഓർ ഹർ സൂപ്പർ അനുവേഷൻ കൊണ്ടത് അവർ വിരമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മരണസമയത്തോ, മരണവുമായി ബന്ധപ്പെട്ടോ ഒക്കെയാണ് നമ്മൾ കൊടുക്കാറ്. അപ്പൊ അതിൽ എംപ്ലോയീസ് മിനിമം ഒരു 10 എംപ്ലോയി കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു നിയമം അവിടെ ബാധകമാണ്. ആ ഒരു എംപ്ലോയിക്ക് അത് അപ്ലൈ ചെയ്യണമെങ്കിൽ തുടർച്ചയായിട്ട് അവർ ഒരു 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അവിടുത്തെ സർവീസ് പൂർത്തിയാക്കിയിരിക്കണം. ഇനി മരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മരണപ്പെട്ടാലും 1 വർഷം സർവീസിനുണ്ടായിരുന്നതാണ്. ക്ലിയർ ആണോ? പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് Payment of Wages Act 1936. Payment of Wages Act 1936 പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതായത് വേതനവുമായി ബന്ധപ്പെട്ട വേതന നിയമം, വേതനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിൽ വ്യക്തമായിട്ട് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ടു, അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ നമുക്ക് വേതനം മാസം നമുക്ക് ശമ്പളം കിട്ടും അല്ലെ. ആ ശമ്പളം എന്നൊക്കെ തരണം, അതായത് ഒരു ടൈമിലാണല്ലോ, ഒരു കൃത്യമായിട്ടൊരു സമയബന്ധിതമായിട്ട് തോന്നുന്ന സമയത്ത് തന്നാൽ മതിയോ? ആണോ? തോന്നുന്ന സമയത്താണ് തരണ്ടേ? അല്ല, കൂടുതലും ഓരോ സ്ഥാപനങ്ങളിൽ എപ്പോഴാ തരാ നമുക്കൊരു സാലറി? എപ്പോഴാ തരുന്നത്? ഏതൊരു സ്ഥാപനമാണെങ്കിലും സാലറി എപ്പോഴാ തരുന്നേ? ഓരോ മാസത്തിന്റെയും അവസാനമാണോ ആദ്യമാണ്?
എങ്ങനെയാ തരുന്നത് നമുക്ക് സാലറി? ഒരു മാസത്തിന്റെ ഫസ്റ്റ് അല്ലെ, അതാണ് അവിടെയും പറയുന്നത്. അതായത് ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത മാസം ആരംഭിക്കുന്നതിന് ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെ, ഇതാണ് ഇവിടെ 7 days, ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. ഓരോ മാസത്തിന്റെയും ആദ്യത്തെ, അതായത് ഇപ്പൊ ഒരു മാസം നമ്മൾ ജോയിൻ ചെയ്തു, ആ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും സാലറി കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിലൂടെ പറയുന്നത്. ഒരു സമയബന്ധിതമാണ്, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന പോലെയല്ല സാലറി കൊടുക്കേണ്ടത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈംലി മാനറില് ഈ വർക്കേഴ്സിന് സാലറി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഓൾറെഡി അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും കൃത്യമായിട്ടുള്ള വേജസ് കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതായത് സമയബന്ധിതമായിട്ട് കൊടുക്കുക, കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക, അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, കുറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെയാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, കാരണം കുറെ ആക്ടുകൾ വരുമ്പോൾ നിങ്ങൾ മാറിപ്പോകരുത്. പേയ്മെന്റ് ആ ഒരു ആക്ടുകളുടെ പേര് അതെന്താണോ അതിനനുസരിച്ച് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. അപ്പൊ അത് മിസ് നെക്സ്റ്റ് ക്ലാസ് മിസ് തന്നെ ഒരു ½ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അപ്പൊ ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്തു, അതിനുശേഷം ആരും ലീവ് ചെയ്ത് പോകരുത്, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ആക്ട് അത് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ കേട്ടോ.
കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ ആണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഇതിനെ ഷോർട്ട് ഫോർഡ് ആയിട്ട് ESI ആക്ട് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ESI എന്നുള്ള പേര്? കേട്ടിട്ടുണ്ടോ ESI? നമ്മുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ESIയുടെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ESI അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിൽ പറയുന്നത് മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, സാമൂഹ്യപരവും അതുപോലെ ആരോഗ്യപരവുമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതികള് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് ആസ് എ പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് സിക്നസ്, മെറ്റേണിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇൻഷുറൻസ്. അതായത് ഈ ഒരു ESI ആക്ടിലൂടെ അവർക്ക്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് സാമ്പത്തികപരമായിട്ടും വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകുന്നു. ആസ് എ പ്രിക്കോഷൻ, എന്തിനു മുന്നോടിയായിട്ട്? എന്തെങ്കിലും അസുഖങ്ങളുടെ മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ മെറ്റേണിറ്റി, പ്രസവാനുകൂല്യങ്ങൾ കിട്ടാറുണ്ട് അല്ലെ. പോവാറുണ്ടോ നമ്മുടെ ഒരു സ്റ്റേറ്റിലൊക്കെ നമ്മുടെ ഓരോ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. ESIയുടെ ഹോസ്പിറ്റലുകളൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ജോലിക്കാർ ജീവനക്കാരുണ്ടെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിനും കിട്ടും അല്ലെ. അവരുടെ ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുന്ന ആളുകൾക്കും കിട്ടും അല്ലെ. അപ്പൊ ഈ ഒരു ESI എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ട് അതുപോലെ മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നു. അത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട, തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാലോ, അല്ലെങ്കിൽ പ്രസവ ആനുകൂല്യങ്ങള്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങള് ഇവർക്ക് ഈ ഒരു ESI ആക്ട് വഴി ഉറപ്പു നൽകുന്നുണ്ട്. എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ് ബില്ല്. ഇവിടെ രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയറും എംപ്ലോയീസും രണ്ടു കൂട്ടരും ഇവിടെ ഈ ഒരു ESIക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ ഒരാൾ മാത്രമല്ല കേട്ടോ, രണ്ടു കൂട്ടരും നടത്തുന്നുണ്ട്. നോക്കി, ESI is not applicable if hospitals are providing complete and free treatment to employees and dependents. അപ്പൊ അവിടെ എംപ്ലോയീസിനും അവരുടെ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഒരു ഹോസ്പിറ്റൽ നടത്തുന്നതെങ്കിൽ അവിടെ ESI ബാധകമല്ല. എന്ന് വെച്ചാൽ എന്താ, അവിടെ ESI എന്ന് പറഞ്ഞാൽ നമുക്ക് ആനുകൂല്യങ്ങളും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ESI കാർഡുമായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ആ സ്ഥാപനത്തില് എല്ലാ സർവീസുകളും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് തരുന്നതെങ്കിൽ പിന്നെ അവിടെ ESI ബാധകമാണോ? അല്ല അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. ESI is not applicable. എവിടെ ആപ്ലിക്കബിൾ അല്ല? ഇഫ് ഹോസ്പിറ്റൽ ആർ പ്രൊവൈഡിങ്, ഒരു പൂർണ്ണമായിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ പിന്നെ ESIയുടെ കാർഡിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലേ കിട്ടുന്നേ. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ എംപ്ലോയീസിന് അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിന് ആ ഒരു ESI ആപ്ലിക്കബിൾ അല്ല. മെഡിക്കൽ പ്രൊഫഷണൽസ് ആക്ട് എന്ന് പറയുന്നത് അടുത്ത സെക്ഷനിൽ വരുന്ന ഒരു ഹെഡിങ് ആണ് കേട്ടോ. അതൊന്ന് വേർതിരിച്ച് വെച്ചേക്കണേ. ഈ ഒരു ESI ആക്ട് അവിടെ വരെ മാത്രമേ പറയുന്നുള്ളൂ. മെഡിക്കൽ പ്രൊഫഷണൽസ് ആക്ട് എന്ന് പറയുന്ന ഒരു മറ്റൊരു ഹെഡിങ് ആണ്. അതിന് കീഴിൽ വരുന്ന ആക്ടുകളാണ് ഇനി താഴെ പറയുന്നത്. അപ്പോൾ ഒരു ESI ആക്ട് എന്ന് പറഞ്ഞാല് എന്താണ്? ഇത് നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ഒരു സ്കീമാണ്. ഇതൊരു സോഷ്യൽ സെക്യൂരിറ്റി നൽകുന്ന ഒരു സ്കീമാണ്. ഇതിന് കീഴിൽ നമ്മുടെ എംപ്ലോയീസിന് ഒരു ഫിനാൻഷ്യലി അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകുന്നു. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാല് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസവാനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട, പ്രസവവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെങ്കിൽ പരിക്കുകൾ വന്നാലോ അവർക്ക് ഫിനാൻഷ്യലി അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഈ ഒരു നിയമത്തിന് കീഴിൽ കിട്ടുന്നു. ഇവിടെ രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ESI ആപ്ലിക്കബിൾ അല്ലാത്തത് ഒരു ഹോസ്പിറ്റല് ഫ്രീ ആയിട്ട് പൂർണ്ണമായിട്ടും എല്ലാ സർവീസുകളും ഫ്രീ ആയിട്ടാണ് നൽകുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഈ ഒരു ESIയുടെ ആ ഒരു കാർഡ് ആപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആണോ? ഇത്രയും ഭാഗം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ESI ആക്ട് അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്.
റിപ്ലൈ ചെയ്യണേ വായിച്ചു കഴിയുമ്പോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് നെക്സ്റ്റ് വരുന്ന ഹെഡിങ് ആണ് കേട്ടോ, മെഡിക്കൽ പ്രൊഫഷണൽസ് ആക്ട് എന്ന് പറയുന്നത്. അവരുടെ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട തേർഡ് പോയിന്റ്. ESA is not applicable എന്ന് പറഞ്ഞാല് ഇഫ് ഹോസ്പിറ്റൽസ്, അത് ഇതൊരു ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഫ്രീ ആയിട്ടുള്ള ചികിത്സ നമുക്ക് അവിടുത്തെ എംപ്ലോയീസിനായിക്കോട്ടെ അവരുടെ ഡിപ്പെൻഡൻസിനായിക്കോട്ടെ എല്ലാവർക്കും കിട്ടുകയാണ് എങ്കിൽ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പിന്നെ അവിടെ ESAയുടെ ആവശ്യമുണ്ടോ? ESA കാർഡ് കൊടുക്കുന്നതിനാണ് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ആ ഒരു എമൗണ്ടിൽ തന്നെ നമുക്ക് കുറവുകൾ കിട്ടും. അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നേ. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിൽ, അതായത് ചില ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ പിന്നെ ആ ESAയുടെ കാർഡ് കാണിക്കേണ്ട കാര്യമുണ്ടോ? ബാധകമാണോ? അല്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, മെഡിക്കൽ പ്രൊഫഷണൽസ് ആക്ട് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഹെഡിങ് ആണ് അത്. അതൊന്ന് വലുതാക്കി തന്നെ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന ആക്ടുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്, ദ ഫാർമസി ആക്ട്, ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. അപ്പൊ ഇത് 4 നമ്മള് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടിന്റെ കീഴിലാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഈ ഒരു ആക്ട്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു നിയമം, അതായത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു നിയമം എന്ത് സ്ഥാപിച്ചു നമ്മുടെ ഇന്ത്യയില്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സ്ഥാപിക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അത് എന്തിനു വേണ്ടി? ഈ ഒരു നിയമം എന്ത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ? നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ പരമായിട്ടുള്ള എഡ്യൂക്കേഷൻസ്, അതുപോലെ മെഡിക്കൽ പരമായിട്ടുള്ള പ്രാക്ടീസുകള്, ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഈ ഒരു നിയമത്തിന് കീഴിലാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സ്ഥാപിതമായി. അതുപോലെ തന്നെ ഇന്ത്യക്കായിട്ട് ഈ മെഡിക്കൽ പ്രൊഫഷണൽ പ്രാക്ടീസിയേഴ്സിന് വേണ്ടി ഒരു രജിസ്റ്ററുകൾ രൂപീകരിക്കണം, അല്ലെങ്കിൽ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്ന കാര്യങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു നിയമത്തിന്റെ പ്രാബല്യത്തിൽ നിന്നുകൊണ്ടാണ്. നമുക്കറിയാം, ഇപ്പൊ ഒരു മെഡിസിൻ ഫീൽഡിൽ നിന്നും പുറത്ത് ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടേഴ്സ് അവരെന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള മെഡിക്കൽ രജിസ്റ്ററുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ട് അല്ലെ? കേട്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പോ അങ്ങനെ മെഡിസിൻസുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ, വ്യാജ ഡോക്ടർമാരുടെ കേസുകൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഒത്തിരി പേര് അവർക്ക് സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാതെ അവര് ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്തിട്ട് പിടിച്ച് പോലീസ് കേസ് ആവുന്നത് കേട്ടിട്ടില്ലേ? ഈ ഒരു നിയമത്തിന് കീഴിലാണ് ആ ഒരു അവസ്ഥ നടക്കുന്നത്. ഈ ഒരു നിയമത്തിന് കീഴിൽ അങ്ങനെ ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്താത്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത ആർക്കും നമ്മുടെ ഇന്ത്യയിൽ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ആ ഒരു നിയമത്തിന് കീഴിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതിവിടെ നിരോധിക്കുകയാണ് ഒരു നിയമം ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ്, നിയന്ത്രണങ്ങള് നമ്മുടെ മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടും മെഡിക്കൽ എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ടും ഈ ഒരു നിയമം നൽകുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലുകളെ ഇവർ സ്ഥാപിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? നോക്കിയാൽ എന്താണ് ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ലേസ് ഡൗൺ ദ Code of Ethics for Medical Practitioners and Control Medical Education. മെഡിക്കൽ പരമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് നിയന്ത്രിക്കുക, അതുപോലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സുമായി ബന്ധപ്പെട്ട കോഡ് ഓഫ് എത്തിക്സ്. എന്താണ് കോഡ് ഓഫ് എത്തിക്സ്? ധാർമ്മികപരമായിട്ടുള്ള അവരുടെ പെരുമാറ്റച്ചട്ടം അല്ലെ? നമുക്കറിയാം ഏതൊരു മെഡിക്കൽ പ്രൊഫഷണലും പാലിക്കേണ്ട ഒന്നാണ് എത്തിക്സ് അല്ലെ? നമ്മൾ പഠിച്ച കാര്യമല്ലേ?
എത്തിക്സ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ആദ്യം തുടങ്ങി എത്തിക്കൽ ലീഗൽ ആൻഡ് ആസ്പെക്ട്സ് നമ്മൾ പഠിച്ചതാണ്. ആ ഒരു മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് പാലിക്കേണ്ടതായിട്ടുള്ള ആ ഒരു കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടുള്ള ആ ഒരു പെരുമാറ്റ ചട്ടങ്ങളെ കുറിച്ച് കൃത്യമായ വിവരണം നൽകുന്നു. അതോടൊപ്പം തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻസിനെ കൃത്യമായി നിയന്ത്രിക്കുന്നു. And the state medical council established under this act and have the same function in their respective state. എന്താണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഉണ്ട്. അത് കൂടാതെ നമ്മുടെ ഓരോ സ്റ്റേറ്റിലും മെഡിക്കൽ കൗൺസിലുകളും ഈ ഒരു നിയമത്തിന്റെ കീഴിലായിട്ട് നിലവിൽ വരികയുണ്ടായി. എല്ലാ സ്റ്റേറ്റിലുള്ള റെസ്പെക്റ്റീവ് എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെയാണ് പ്രവർത്തനങ്ങൾ അവയുടെ നടക്കുന്നത്. Recognition of teaching hospitals are centrally controlled by IMC. ഇപ്പൊ ഈ ഒരു ടീച്ചിങ് ഹോസ്പിറ്റലുകൾ നമുക്കറിയാം. ഹോസ്പിറ്റൽ ഇപ്പൊ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഒരുപാട് ഇപ്പൊ നഴ്സിംഗുമായി ബന്ധപ്പെട്ട് അതുപോലെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് MBBS കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ടീച്ചിങ് കാര്യങ്ങൾ നടക്കുന്നില്ലേ? എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നില്ലേ? ഒരുപാട് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻസ് മെഡിക്കൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ടീച്ചിങ് ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാനായിട്ട് അധികാരം ഈ IMCക്കാണ് ഈ ഒരു നിയമം കൊടുക്കുന്നത്. IMC എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലുകള് ഈ ഒരു നിയമത്തിൽ പ്രാബല്യത്തിൽ വന്നതാണ്. ഈ ഒരു IMC അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. പുതിയതായിട്ടൊരു സ്ഥാപനം നമ്മൾ അവിടെ ഒരു ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ സ്ഥാപനം തുടങ്ങുന്നു അല്ലെങ്കിൽ അവിടെ പുതിയൊരു കോഴ്സ് തുടങ്ങുന്നു, അങ്ങനെ എന്തുമായി ബന്ധപ്പെട്ട ഒരു ടീച്ചിങ് ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട അംഗീകാരങ്ങളെല്ലാം നൽകുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ്? ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ നിയന്ത്രണത്തിലാണ്. അത് ഈ ആക്ട് പ്രകാരം ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അധികാരം കൂടിയാണ്. ക്ലിയറായോ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവരുടെ ഈ ഒരു ആക്ടിന് കീഴിൽ സ്ഥാപിതമായി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്ററുകൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണമെന്നും ഈ ഒരു ആക്ടിലൂടെ പറയുന്നുണ്ട്. ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് പല അധികാരങ്ങളും ഈ ഒരു നിയമം നൽകുന്നുമുണ്ട്. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ടീച്ചിങ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ള ഒരു അധികാരം. രണ്ടാമത്തത് കൃത്യമായിട്ട് അവിടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് കൃത്യമായ പ്രാക്ടീസ് നടത്തുന്നുണ്ടോ അത് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കണം. ആ മെഡിക്കൽ പ്രൊഫഷണൽസ് കൃത്യമായ ധാർമ്മികപരമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നിയമത്തിന് കീഴിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനത്തും ഈ നിയമത്തിന് കീഴിൽ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകരിക്കുകയും എല്ലാ സ്റ്റേറ്റിലും ഒരേപോലെയുള്ള പ്രവർത്തനങ്ങൾ ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ നടത്തുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്തതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ എന്താ പഠിച്ചേ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഇവിടെ ഈ ഒരു ആക്ട് പ്രകാരം എന്താണ് നിലവിൽ വന്നത്? അല്ലെങ്കിൽ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? IMC അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അല്ലെ? ഈ ഒരു നിയമം വഴി അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് വഴി എന്തായിരിക്കും അപ്പോ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടാവുക? വെരി ഗുഡ്, INC അല്ലെ? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിലവിൽ വന്നത് ഈ ഒരു നിയമത്തിന് കീഴിലാണ്. എന്തിനു വേണ്ടിയായിരിക്കും ഈ ഒരു നിയമം? പേരിൽ നിന്ന് അറിയാലോ അല്ലെ? ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്. നഴ്സുകളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ കൃത്യമായിട്ട് രൂപപ്പെടുത്തുക. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങള്, ആവശ്യകതകള്, അതുമായി ബന്ധപ്പെട്ട അവരുടെ നഴ്സിംഗ് പരമായിട്ടുള്ള പ്രൊഫഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നിരിക്കുന്നത്. ഈ ഒരു നിയമത്തിന് കീഴിലാണ്
ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ സ്ഥാപിതമായത്. ഇത് പ്രധാനമായിട്ടും ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് എന്ത് തന്നെയാണ്? നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുക. എല്ലാ സ്ഥാപനങ്ങളിലും നഴ്സിംഗ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരുപോലെ പഠിപ്പിച്ച് മറ്റൊരു സ്ഥാപനത്തിൽ മറ്റു രീതിയിൽ പഠിപ്പിക്കുകയാണോ വേണ്ടേ? അല്ല, എല്ലാ സ്ഥാപനങ്ങളിലും ഒരേപോലെയുള്ള യൂണിഫോമിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവരുടെ വിദ്യാഭ്യാസം നടത്തേണ്ടത്. ആൻഡ് റെഗുലേറ്റ് ഈ നഴ്സിംഗ് പ്രൊഫഷണൽസിന്റെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസും രജിസ്ട്രേഷനുകളും ഒക്കെ നമ്മുടെ ഈ ഒരു നിയമം വഴി പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഓക്കെ. ദെൻ അടുത്തതാണ് ഫാർമസി ആക്ട്. ദ ഫാർമസി ആക്ട് 1948. ഇത് നിങ്ങൾ ഫാർമസി എടുത്ത ചാപ്റ്റർ എടുത്തപ്പോ പഠിച്ചിരുന്നോ? ഫാർമസി ആക്ട് പറഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പൊ ഫാർമസി ആക്ട് എന്തായിരിക്കും 1948? ഫാർമസി ആക്ട് എന്ന് പറഞ്ഞാല് ഫാർമസികളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ. ഫാർമസികളുടെ എന്താണ് സ്ഥാപനങ്ങൾ ഫാർമസി സ്ഥാപിക്കുക, അതുപോലെ ഡ്രഗ് സ്റ്റോറുകൾ സ്ഥാപിക്കുക, അതുപോലെ ഫാർമസിസ്റ്റുകളുടെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഫാർമസി ആക്ടിലും പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറുകളോ നമുക്ക് വെറുതെ തുടങ്ങാൻ പറ്റുമോ? സാധാരണ ഒരു ഷോപ്പൊക്കെ തുടങ്ങുന്ന പോലെ നമുക്കൊരു മെഡിക്കൽ സ്റ്റോറോ ഷോപ്പോ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റും? ഇല്ല. എന്ത് വേണം അവിടെ? എന്താ വേണ്ടേ? ഒരു ലൈസൻസ് വേണം അല്ലെ. അത് ആർക്കാ ലൈസൻസ് കിട്ടുക? ആർക്കാണ് ലൈസൻസ് കിട്ടുക? ആ ഒരു ലൈസൻസ് വെറുതെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഷോപ്പുകൾക്ക് കിട്ടുന്നതാണ്. ഒരു ഫാർമസിസ്റ്റിനാണ് അല്ലെ, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിന്, അല്ലാതെ വെറുതെ ഒരു ഫാർമസിസ്റ്റ് അല്ല. ഈ പറയുന്ന ഫാർമസി ആക്ടുമായി ബന്ധപ്പെട്ട് ഫാർമസിയുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിനാണ് നമ്മുടെ ഡ്രഗ്സ് വിതരണം ചെയ്യാനുള്ള ആ ഒരു അനുവാദം കിട്ടുന്നത്. അപ്പൊ ആ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ പേരിലായിരിക്കും അവർ ആ ഒരു ഷോപ്പ് ആരംഭിക്കുന്നത് അല്ലെ. കണ്ടിട്ടുണ്ടോ? എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ഇങ്ങനെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിന്റെ സഹായത്തോടെ, ചിലപ്പോൾ അവരവിടെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ അവരുടെ പേരിലായിരിക്കും ആ ഒരു രജിസ്ട്രേഷൻ ലൈസൻസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവർക്കാണ് ഇങ്ങനെ അനുസൃതമായിട്ട് ആ ഒരു ഡ്രഗ്സ് വിതരണം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഡ്രഗ് ലൈസൻസ്, ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒരു ഡ്രഗ് എന്താണ് മരുന്നുകൾ വിതരണം ചെയ്യണമെങ്കിൽ അവർക്കും അതിനനുസരിച്ചുള്ള ഡ്രഗ് ലൈസൻസുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഡ്രഗ് ലൈസൻസുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ഡ്രഗ് സ്റ്റോർ തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ഫാർമസി സ്ഥാപിക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ ഫാർമസിസ്റ്റുമായി അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻസുമായിട്ട് തൊഴിൽപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, കൃത്യമായിട്ട് അവരുടെ പ്രാക്ടീസുകൾ നിയന്ത്രിക്കുക. ഇതിന് കീഴിൽ വന്നിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫാർമസി കൗൺസിലുകൾ ഇതിന് കീഴിൽ വന്നിരിക്കുന്നതാണ്. അപ്പൊ ഫാർമസി കൗൺസിലാണ് ഇതുമായി ബന്ധപ്പെട്ട. അപ്പൊ ഓരോന്നിന്റെയും ആക്ടിന് കീഴിൽ ഓരോ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള അധികാരമാണ് അവർ നൽകുന്നത്. ആ ഒരു അധികാരത്തിൽ ആ ഒരു ഫാർമസി കൗൺസിലിൽ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. കൃത്യമായിട്ട് അവിടെ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ഇവർക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ ഡ്രഗ്സ് വിതരണം ചെയ്യാൻ പാടുള്ളൂ. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ലൈസൻസുകൾ നോക്കിയിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ഫാർമസിയുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ്, അവരുടെ പ്രാക്ടീസുകൾ, ഇങ്ങനെയുള്ള എല്ലാം ഇതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ഫാർമസി ആക്ടിലൂടെ നമ്മൾ ഉറപ്പുവരുത്തുന്നത്. ക്ലിയർ ആണോ? ദ ഫാർമസി ആക്ട് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാലോ. നെക്സ്റ്റ് വൺ ബർത്ത് ആൻഡ് ഡെത്ത്സ് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്.
ഇവിടെ മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊന്നും വരുന്നതല്ല, പക്ഷെ ഈ ഒരു ആക്ട് ഒരുമിച്ചാ പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അത് ബാധകമായിട്ട്. അപ്പൊ ഇവിടെ ബാധകമായിട്ടുള്ളത് ഏതാ? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിൽ ഏതാ ബാധകമായിട്ടുള്ളത്? ഏതാ ബാധകമായിട്ടുള്ളത്? ഈ ഒരു ആക്ടില് മാരേജ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ബാധകമാണ് അല്ല, ബർത്തും ഡെത്തും അല്ലെ? അതാണ്, അതുകൊണ്ട് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ഇപ്പൊ ഒരു ബർത്ത് നടന്നാല്, ഒരു ഡെത്ത് നടന്നാല് ഒരു ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനുള്ളത് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ബർത്ത് നടന്നു അല്ലെങ്കിൽ ഒരു ഡെത്ത് നടന്നാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ കൺസേണിംഗ് ഇൻഫോർമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ബർത്ത് നടന്നു അല്ലെങ്കിൽ ഒരു ഡെത്ത് നടന്നു, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നൽകാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? രൂപപ്പെടുത്തേണ്ടത് ഈ ഒരു നിയമത്തിന് കീഴിലാണ് ഹോസ്പിറ്റലുകൾ അത് ചെയ്യേണ്ടത്. They should be notified immediately to the local municipal authority and registrar's office. അവര് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ഇയറോ ഇയർ വേണമെങ്കിൽ പറഞ്ഞുതരാം. 1886 1886 ആണ് കേട്ടോ. എല്ലാത്തിന്റെയും നിയമങ്ങൾ കൊടുത്തിട്ട് വർഷങ്ങൾ കൊടുത്തിട്ടില്ല, കൊടുക്കാത്തതാണെങ്കിൽ ചോദിക്കുകയുമില്ല കേട്ടോ. 1886 കേട്ടോ. അപ്പൊ അവിടെ they should be notified immediately to the local municipal authority and registrar's office. ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബർത്ത് നടന്നു അല്ലെങ്കിൽ ഒരു ഡെത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ലോക്കൽ മുനിസിപ്പാലിറ്റി അത് മുനിസിപ്പൽ അതോറിറ്റിയെയോ രജിസ്ട്രാർസ് ഓഫീസിനെയും എന്ത് ചെയ്യണം? അറിയിപ്പ് കൊടുക്കേണ്ടത് ആ ഒരു ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇവിടെ ബർത്ത് നടന്നാലോ ഡെത്ത് നടന്നാലോ ഇപ്പൊ മാരേജുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഒരു നിയമത്തിൽ അതും പറയുന്നുണ്ട്, പക്ഷെ നമുക്കിവിടെ അത് ആപ്ലിക്കബിൾ അല്ല. കാരണം ഇവിടെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മെഡിക്കൽ പ്രാക്ടീഷണേഴ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണല്ലോ നമ്മൾ നോക്കുന്നത്. അവിടെ മാരേജിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, ഒരു കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ രേഖപ്പെടുത്തുന്നു. ബർത്ത് നടന്നാല് ഡെത്ത് നടന്നാല് അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മുടെ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകളില് പറഞ്ഞിരിക്കുന്നവ ഒന്ന് വേഗം വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് വേറൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതാണ് പറയണ്ടേ ഇബിന? ഇതിനകത്ത് ഇപ്പോൾ എടുത്തതോ? ബർത്ത് ആൻഡ് ഡെത്ത് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് ആണോ പറയണ്ടേ? അതൊന്നുമില്ല. ബർത്ത് ആൻഡ് ഡെത്ത് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് മാരേജ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല, അതുകൊണ്ട് നിങ്ങൾ അത് അങ്ങ് വിട്ടേക്കാം. അത് ഇതിൽ ഈ ഒരു ആക്ടിൽ അതിവിടെ പറയുന്നുള്ളത് കൊണ്ട് ആ ഒരു പേര് നമുക്ക് അവിടെ പരാമർശിക്കാതെ പറ്റില്ല. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടെന്ന് വരുന്നത് ഒരു ഹോസ്പിറ്റലില് ഒരു ബർത്ത് നടന്നു, ഒരു കുട്ടി ജനിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുന്നു. ആ മരണപ്പെടുന്നത് അല്ലെങ്കിൽ ഡെത്തും ബർത്തുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൽ കുറെ ചെയ്യണം, കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇല്ലേ, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഈ ഒരു നിയമത്തിലൂടെ പറയുന്നത്. ഇവിടെ ഫോർമുലേറ്റ് എന്താണ്? ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ കൺസേണിംഗ് ഇൻഫോർമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ബർത്ത് നടന്നു അല്ലെങ്കിൽ ഡെത്ത് നടന്നാൽ അത് ബന്ധപ്പെട്ട് അധികാരികളെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം രൂപപ്പെടുത്തുകയാണ് ഈ ഒരു നിയമത്തിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഡെത്ത് നടന്നു അല്ലെങ്കിൽ ഒരു ബർത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആരെ അറിയിക്കണം? ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റികളെയോ രജിസ്ട്രാർസിന്റെ ഓഫീസുകളെയോ അറിയിക്കുകയും അവിടെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഒരു കുട്ടി ജനിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി എന്താണ് അവിടെ ചെന്ന് നമ്മുടെ എന്താണ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കാറില്ലേ? അതുപോലെ ഒരാൾ മരിച്ചാല് ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കാറില്ലേ? വാങ്ങിക്കാറുണ്ടോ? അപ്പൊ ആ ഹോസ്പിറ്റലുകാരെ വെച്ചാണ് നടന്നിരിക്കുന്നതെങ്കിൽ അവര് തന്നെ അവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പൊ ഒരു ബർത്ത് നടന്നു കഴിഞ്ഞാൽ അവര് തന്നെ അതിനുള്ള റിപ്പോർട്ടുകൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻസ് മാത്രം, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ മാത്രം കൊടുത്താൽ പോരെ?
അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സമയവും കൃത്യമായിട്ടുള്ള ഏത് ഹോസ്പിറ്റലാണ് ആ ഒരു ബർത്ത് നടന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ ഏതാന്നൊക്കെ അവർക്ക് ഓൾറെഡി അവർ അറിവ് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിൽ തരാം. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഹോസ്പിറ്റലിൽ വെച്ചാണ് നടന്നിട്ടുള്ള മരണമാണെങ്കിൽ അവരത് റിപ്പോർട്ട് ചെയ്യണം. അല്ലാത്ത പക്ഷം ഇപ്പൊ വീട്ടിലോ നമ്മൾ അല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ അത് അവർ റിപ്പോർട്ട് ചെയ്യാറില്ല. ക്ലിയർ ആണോ? ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. ഓക്കെ, അപ്പൊ ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്നോട് പറയണോ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 പറയുന്നത് ഈ ഒരു ആക്ട് പ്രകാരം ഇവര് എന്ത് ചെയ്തു? ഈ ഒരു ആക്ടിന്റെ കീഴിലാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സ്ഥാപിതമായി. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയില് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അപ്പൊ ഇതിന് കീഴില് അവർ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനും ഒരു രജിസ്റ്ററുകളുണ്ട്. അപ്പൊ ഇവര് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിന് അവർ ഈ പറയുന്ന മെഡിക്കൽ രജിസ്റ്ററുകളിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ആ ഒരു പ്രാക്ടീസ് നടത്താൻ പാടുള്ളൂ. അപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും ഏതൊരു ടൈപ്പ് ഡോക്ടർ, ഏത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആണെങ്കിലും അവർ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും വെച്ച് അവർ രജിസ്റ്റർ ചെയ്തിടണം. അവർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടിന്റെ എക്സ്പ്ലനേഷനോ? മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകളാണ് ഈ പറയുന്നത്. നമ്മുടെ മെഡിക്കൽ പ്രൊഫഷൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഓരോന്നും. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജനറൽ ആക്ട്, പൊതുവായിട്ടുള്ള കുറച്ച് ആക്ടുകളാണ് താഴെ പറയുന്നത്. അതുപോലെ ഒരു ഹെഡിങ് ആണ് ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊരു ഹെഡിങ് ആണ്. ആ ഹെഡിങ്ങിന് കീഴിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളാണ് ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇപ്പൊ എന്താണ് ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്ന് മനസ്സിലായോ? അപ്പൊ അവിടെ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ അവരെങ്ങനെയുള്ള ധാർമ്മികപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ എന്താണ് അവർ കീപ്പ് ചെയ്യേണ്ട, മെഡിക്കൽ കോഡ് ഓഫ് എത്തിക്സ് എന്താണ്, അതുപോലെ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നിയന്ത്രിക്കേണ്ടത്, അതെല്ലാം ഈ നിയമം വഴി ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ് അത് നിയന്ത്രണങ്ങൾ നൽകുന്നത്. അതുപോലെ ടീച്ചിങ് ഹോസ്പിറ്റലുകളുണ്ട്, അതിന് അംഗീകാരങ്ങൾ നൽകുന്നു. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ സ്ഥാപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടുകളിൽ നടപ്പിലാക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. താങ്ക് യു. ഇനി ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. താങ്ക് യു.